Assalamualaikum. ഇന്ന് ജൂലൈ 7 ചോക്ലേറ്റ് ഡേ. ഈ ചോക്ലേറ്റ് ഡേ പ്രമാണിച്ച് ക്ലബ് FM 94.3 ഒരു ചോക്ടേൽസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചോക്ടേൽസിൽ 15 മത്സരാർത്ഥികളെ അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കഥകൾ പറയാനായിട്ട്. അപ്പോൾ അതിന്റെ വിധി നിർണ്ണയിക്കാനാണ് 3 ഗസ്റ്റിനെ അവർ ക്ഷണിച്ചിരുന്നത്. അതിലൊരു ഗസ്റ്റാണ് ഞാൻ. അപ്പോൾ ഇന്ന് നടന്ന ഈ ഇവന്റിന്റെ കാഴ്ചകളും ഈ റെസ്റ്റോറന്റിന്റെ കാഴ്ചകളുമാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇന്ന് ചോക്ലേറ്റ് ഡേ ആയിരുന്നു. ഈ വേൾഡ് ചോക്ലേറ്റ് ഡേയിൽ ഒരുപാട് ചോക്ലേറ്റ് നമുക്ക് കിട്ടിയായിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവരാണ് ആ ചോക്ലേറ്റ് വിളമ്പിയ ആൾക്കാർ. ചുറ്റുമുണ്ട് മുസാഫിർ, റോബി ദാസ്, യാത്ര ഷോ ഹോസ്റ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ സല്ലു കിച്ചൻ, ഓക്കെ, അതുപോലെ തന്നെ അരുൺ അത് വിന്നറാണ് ഇന്നത്തെ. നോക്കിയതോ കയ്യിൽ കണ്ടോ, വിന്നർ സമ്മാനമായിട്ട് നിൽക്കുന്ന അഞ്ജലി മാം, നമ്മുടെ പ്രോഗ്രാം ഹെഡ്, അതുപോലെ തന്നെ അരുണിമ ആർജെ, വൈശാഖ് ആർജെ, പ്രൊഡ്യൂസർ രാജേഷ്, ഫൈനലി മാഹിൻ മച്ച, പാർട്ടിസിപ്പൻസ്, അതുപോലെ തന്നെ ഗസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. കണ്ടെല്ലാം എന്തായാലും നമ്മൾ പൊളിച്ചടിക്കും. നമ്മൾ ഒരുപാട് ചോക്ലേറ്റ് കഴിച്ചു കേട്ടോ എന്ന്. കിച്ചൺ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് കയറാതിരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ അവരുടെ കിച്ചണിലേക്ക് കയറി വന്ന് ഞാൻ കണ്ട കാഴ്ചകളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം അവർ കുക്ക് ചെയ്യുന്നതുമെല്ലാം. ഇതിപ്പോ ഞാൻ അവരുടെ കിച്ചണിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചയാണ്. പിൻറോൾ റെസ്റ്റോറന്റിന്റെ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ബേക്കറിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അവിടെയും ഓപ്പൺ കിച്ചൺ തന്നെയാണുള്ളത്. നമുക്ക് കാണാൻ പറ്റും കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നതും പേസ്ട്രി ചെയ്യുന്നതും എല്ലാം നമ്മളുടെ മുന്നിൽ വെച്ച് തന്നെ അവർ ചെയ്യുന്നതാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒറിജിനൽ കേക്കാണ്. ബട്ടർ ക്രീമും ഷുഗർ പേസ്ട്രിയും മാത്രം വെച്ച് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കേക്കാണിത്. ഇതിവിടെ പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഈ പിൻറോൾ റെസ്റ്റോറൻറ്റിൻ്റെ MD ആണ് ഇദ്ദേഹം.
അപ്പം ഇപ്പം നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ കേക്ക് ഉണ്ടാക്കുന്നതാണ്. കണ്ടോ, പല കളറിൽ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ മാത്രമേ ആ ഒരു കേക്കിൻ്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ ഈ ഒരു ബേക്കറിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ബേക്കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കംപ്ലീറ്റ് ഓപ്പൺ ബോർമ ആൻഡ് ലൈവ് കേക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഓപ്പൺ ബോർമ കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോർമ ചെയ്യുന്നുണ്ടോ എന്ന് വളരെ സംശയമാണ്. കാരണം ഹൈജീനിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് ബോർമ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് വളരെ ഓപ്പണായി സ്വയം ഹൈജീനിക് ആകുന്നതിലൂടെയാണ് പിൻറോൾ തീർച്ചയായിട്ടും വ്യത്യസ്തമാകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കേക്കുകളുടെ തിരുവനന്തപുരത്ത് ഏറ്റവും അധികം ടേസ്റ്റിലും ഫിനിഷിങ്ങിലും ഉള്ള കേക്കുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. വളരെ വലിയൊരു പാസ്ട്രി സെക്ഷനാണ് ഇവിടെ പിൻറോൾ ബേക്കറിക്കുള്ളത്. എല്ലാം പക്ക ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ്, ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഒരിക്കൽ കേക്ക് ടേസ്റ്റ് ചെയ്ത ഒരാൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് തീർച്ചയായിട്ടും കേക്ക് വാങ്ങിയിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അത്ര ഹൈജീനിക് ആയിട്ടും അത്ര ക്വാളിറ്റിയിലുമാണ് ഇവിടെ ഫിനിഷിങ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഏറ്റവും അധികം മൂവിങ് ഉള്ള ഒരു സാധനമാണ് പിസ്താഷ്യോ കേക്ക്. ഒറിജിനൽ പിസ്ത പൊടിച്ചുണ്ടാകും. ഇവർ പറഞ്ഞത് ശരിയാണ്. ഞങ്ങളിവിടെ പ്രോഗ്രാമിന് വന്നപ്പോൾ ഈ പിസ്ത കേക്കും ചോക്ലേറ്റ് മഡ് കേക്കുമാണ് തന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കേക്കായിരുന്നു. അപ്പം ഈ ട്രിവാൻഡ്രത്തുള്ളവര് തീർച്ചയായിട്ടും വന്ന് ഈ മരപ്പാലത്താണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പിൻറോള്. നിങ്ങൾ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എനിക്ക് റിപ്ലൈ തരണം കേട്ടോ. ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ്, ബനാന ആൻഡ് നട്ട്സ്, പിന്നെ ഫിഗ്. ഇത് ഇത്ര ഉള്ള കേക്കാണ് ഇവിടെ ഇവര് ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടെക്സ്ചറാണ് ഇതിന്. അപ്പം ഇത് കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഞാൻ ഇനി പറഞ്ഞറിയിക്കണ്ടല്ലോ. ഇവിടുത്തെ ഐസ്ക്രീമാണിത്. ഇവിടുത്തെ ഐസ്ക്രീമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ ഫ്രഷ് മിൽക്കിൽ നിന്ന് തന്നെയാണ് ഇവര് ഐസ്ക്രീം മേക്കറിൽ വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. അതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൽ നിന്നൊക്കെ ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഐസ്ക്രീമാണ് ഇവരുടെ ഐസ്ക്രീം. അപ്പം അതും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരാളുടെ പരിചയപ്പെട്ടു. നിങ്ങൾക്കൊക്കെ പരിചിതമായിരിക്കും. കറി വിത്ത് അമ്മ എന്ന് പറയുന്ന ചാനല് നടത്തുന്ന. എൻ്റെ പേര് ഗീത, മോള് ശരണ്യ. ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് 2 months ആയുള്ളൂ ചാനല്. ഇപ്പൊ സമീറെ കണ്ടപ്പോൾ പരിചയപ്പെടാമെന്ന് വെച്ചിവിടെ വന്നതാണ്. അപ്പോഴാ പറഞ്ഞത് ഇങ്ങനെ കറി വിത്ത് അമ്മ എന്ന് പറയുന്ന ഒരു ചാനൽ മാഡത്തിന് ഉണ്ടെന്ന്. അപ്പൊ നിങ്ങളും കണ്ടു നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും മാഡത്തിന്റെ അടുത്ത് അഭിപ്രായം പറയുക. ഈ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് കുറവാണത്ത് നിന്ന് പട്ടം പോണ വഴിയിൽ മരപ്പാലം ജംഗ്ഷൻ ഉണ്ട്. മരപ്പാലത്ത് നിന്ന് പ്ലാമോട് പോകുന്ന വഴിയിൽ ഒരു SFS സ്ക്വയറിന്റെ ഫ്ലാറ്റ് നിങ്ങൾക്ക് വലത് സൈഡിൽ കാണാൻ കഴിയും. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പിൻറോൾ റെസ്റ്റോറന്റ് സ്ഥിതി ചെയ്യുന്നത്.